ഏകദേശം ഒരു 12 അവേഴ്സ് അല്ലെങ്കിൽ എന്തായാലും ഒരു 8 to 12 അവേഴ്സ് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയോക്സിൻ ഉള്ളിൽ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ PCOD, PCOS, അതേപോലെ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ, കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ചാണ്. അതിന്റെ പരിഹാരം നമുക്ക് ഇതിലൂടെ തന്നെ കണ്ടെത്താനാവുന്നതുമാണ്. WHO പ്രകാരം ഓരോ 5 മിനിറ്റിലും ഓരോ സ്ത്രീകൾക്കും നമുക്ക് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള നാപ്കിൻ ആണ്. ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൂടാതെ ഒരു അക്യുപഞ്ചറിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് ഫസില മാഡത്തിനെ വെൽക്കം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു മാഡം. നമ്മള് സ്ത്രീകൾ ഒരുപാട് കാലമായിട്ട് ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ മാഡം അത് എങ്ങനെയാ വരുന്നത് എന്നുള്ളതും അത് എങ്ങനെ നമ്മൾ പരിഹാരം നേടാന്നുള്ളതും മാഡം ഒന്ന് ഡിസ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉപകാരമായിരുന്നു. നമുക്കറിയാം, ഈ കുറച്ചു കാലങ്ങളായിട്ട്, അതായത് ഒരു 15 മുതൽ 20 വർഷം ഇപ്പുറത്തേക്കാണ് ഈ പറയുന്ന ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളായിക്കോട്ടെ, അതേപോലെ യൂട്രസിലെ സിസ്റ്റ്, PCOD, PCOS, അതേപോലെ ഗർഭാശയ ക്യാൻസർ, അതൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ഈ ഒരു സർവേയില് കണ്ടെത്തല് വേൾഡിൽ തന്നെ 83% സ്ത്രീകളും ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഒരു 67% കൂടുതൽ കാരണമായിട്ട് പറയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിനാണ്. കാരണം പണ്ടൊക്കെ അത് വളരെ കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അറിയാലോ, നമുക്ക് കോട്ടൺ തുണികളും അങ്ങനെയുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പകരം ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ആളുകൾ ഈ ഒരു നാപ്കിനിലേക്കും അതേപോലെ മെൻസ്ട്രുവൽ കപ്പിലേക്ക് അങ്ങനെയുള്ള ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നാപ്കിൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം, ഈ പറയുന്ന മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മിക്ക നാപ്കിനുകളും ഒരു 80% അല്ലെങ്കിൽ 100% തന്നെ പ്ലാസ്റ്റിക് ആണ്. അതും വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വളരെയധികം കെമിക്കൽ യൂസ് ചെയ്യുന്ന റീസൈക്കിൾ ചെയ്ത് വരുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ പറയുന്ന നാപ്കിനുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ യൂസേജ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു നാപ്കിൻ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? മാഡം ഒന്ന് അതിനെ കുറിച്ചൊന്ന് പറയോ? ഇന്നിപ്പോ മാർക്കറ്റില് ഒരുപാട് തരത്തിലുള്ള പല ക്വാളിറ്റിയിലുള്ള നാപ്കിൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത് അതിൽ എത്രത്തോളം പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കും. എങ്കിലും നമുക്ക് ക്വാളിറ്റി നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി മിക്ക ബ്രാൻഡുകളുടെയും ഫസ്റ്റ് ലെയർ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക് അത്രയും നമ്മൾ ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പാർട്ടിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ടച്ച് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ സ്കിന്നിൽ റാഷസ് വരിക, ഇച്ചിങ്, സ്കിന്നിൽ കളർ ചേഞ്ച്, അതായത് ഒരു പീരിയഡ്സ് കഴിയുന്നത് വരെ നാപ്കിൻ യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയറൊക്കെ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് അല്ലാത്ത കോട്ടൺ ഒക്കെ വരുന്ന നാപ്കിനൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയാണെങ്കിൽ മാഡം സജസ്റ്റ് ചെയ്യാൻ പോകുന്ന നാപ്കിനെ കുറിച്ചിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യോ, എങ്ങനെയാ അതെന്നുള്ളത്? ഓക്കെ, തീർച്ചയായിട്ടും. നമുക്ക് അത്തരത്തിലുള്ള വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് നാപ്കിനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക, ഞാനിപ്പോൾ 4-5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് ഫൊഹോവെ സാനിറ്ററി നാപ്കിൻ. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നാപ്കിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ 5 വർഷത്തോളം ഒരാൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. മാഡം അതൊന്ന് ഡിഫൈൻ ചെയ്യുമോ എങ്ങനെയാന്നുള്ളത്? ഓക്കെ, ഇതാണ് ഈ പറയുന്ന ഫൊഹോവെ
സാനിറ്ററി നാപ്കിൻ. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മുടെ കണ്ടതിൽ വെച്ചിട്ടൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാക്കേജ് ഒക്കെയാണ് ഞാൻ കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് വരുന്നത്. ഇതിന്റെ ഔട്ടർ കവറിംഗ് തന്നെ സിൽവർ ഫോയിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രല്ല സാധാരണ നമ്മൾ മിക്ക ബ്രാൻഡുകളും സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ വലിച്ചു കീറാണ് ചെയ്യല് നോർമലി. അതേസമയം നമുക്ക് ഇവിടെ ഒരു ഷട്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് വളരെ സേഫ് ആയിട്ട്. ഇപ്പം നമ്മളിപ്പോ ഒരു നാപ്കിൻ എടുത്തു കഴിഞ്ഞാൽ ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയർ ടൈറ്റ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി. കാരണം സാധാരണ നമ്മൾ ഒരു പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാലൻസ് വരാറുണ്ട് അല്ലെ. ഈ ബാലൻസ് ഉള്ളത് നമ്മൾ കബോർഡിലോ അല്ലെങ്കിൽ അലമാരയിലൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി എടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഒരു പക്ഷേ പല്ലി, കൂറ, പാറ്റ് അതിന്റെ ഒക്കെ ഒരു സങ്കേതമായിരിക്കും. അപ്പൊ നമുക്കതൊരു ഒട്ടും തന്നെ ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാവും. കാരണം അത്രയും ടൈം കഴിഞ്ഞ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പക്ഷേ ബാക്ടീരിയ, ഫംഗസ് ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് വളരെയധികം സേഫ് ആണ്. കാരണം ഇത് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളതാണ്. മാത്രല്ല ഇതിന്റെ ഈ ഓരോ പാഡ് എടുത്തു നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. ഇതിലേക്ക് ഒട്ടും തന്നെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ബാക്ടീരിയ ഒന്നും കയറാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം അത്രയും കവേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് പുറത്ത് നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച്, അതേപോലെ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമുക്ക് നമ്മളെ ബാഗിൽ സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റും. നോർമലി നമ്മളെ ബാഗ് ഒരിക്കലും ക്ലീൻ ചെയ്യാറില്ല. വളരെ റെയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ മിക്ക ആളുകളും ക്ലീൻ ചെയ്യാറില്ല. അപ്പൊ അതേസമയം നമുക്കിത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കിത് ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണാം. ഇതിന്റെ ക്വാളിറ്റി എന്താണ്, അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അത് അറിയാനും പറ്റുമല്ലോ അത് എങ്ങനെയാ വരുന്നത്, ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡും അതേപോലെ നമ്മളുടെ ഈ ഫൊഹോവെ സാനിറ്ററി നാപ്കിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ലിക്വിഡിന് നമുക്ക് വെള്ളം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതേപോലെ അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇത് ഫൊഹോവെ സാനിറ്ററി നാപ്കിൻ. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ ബ്രാൻഡ്. അതില് നമുക്ക് ഇതൊരു തിക്കായിട്ടും ഫൊഹോവേന്റെ ഒരു തിന്നായിട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ. അതെ, നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നതിലൂടെ. അതെ അല്ലേ? അതെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതേസമയം ഇതിന് കട്ടി കുറവാണ്. ഇതില് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൽ ടച്ച് ചെയ്യുന്ന ഒരു ഫീലാണ് ഉള്ളത്. അല്ല, മാത്രമല്ല കുറച്ച് തിക്കായിട്ടാണുള്ളത്. പിന്നെ നമുക്ക് വെള്ളം ഇതില് അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ കപ്പാസിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇതിലിപ്പോ നമ്മൾ 50 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൽ അപ്ലൈ ചെയ്യാം. ഒരു ലൈറ്റ് ബ്ലൂവില് ഒരു ചിപ്പ് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെ? അതെ. അത് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന് വെള്ളം ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ 50 ml വെള്ളം ഒഴിച്ചു. ഇനി ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് 50 ml വെള്ളം ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റില്ലേ, മേലെ തന്നെയായിട്ട് അത് നിൽക്കുന്നതായിട്ട് കാണാം. അതെ.
ഇനി ഇതിന്റെ എത്രത്തോളം ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് രണ്ടിലും ഓരോ ടിഷ്യൂ പേപ്പർ വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫൊഹോവെ സാനിറ്ററി നാപ്കിനിൽ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഒട്ടും തന്നെ വെറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ഡ്രൈ ആണ് കാണാം. അതേസമയം ഈ ഒരു നോർമൽ നാപ്കിനിൽ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ്ലി നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇതിന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളകി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്താവും, ലീക്കേജ് ഉണ്ടാവും. കാരണം അത്രത്തോളം ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതേസമയം ഇതിലുള്ള ടിഷ്യൂ നമ്മളിത് വെള്ളം ഇതിൽ ഒഴിച്ച ഉടനെയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളതല്ല, അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 50 ml വെള്ളം അപ്ലൈ ചെയ്ത് നോക്കാം. ഇനിയും എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ഒരു 50 ml വെള്ളം അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഒരു പാഡിൽ മാത്രമാണ് ഇപ്പൊ 50 ml വെള്ളം ഓൾറെഡി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിൽ മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതില് ഓൾറെഡി ഒരു 50 ml ഒഴിച്ചപ്പോഴത്തേക്ക് തന്നെ എന്താണ് അത് പുറത്തേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും അതിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ 50 ml അപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ അതിനുശേഷം നമുക്കിതാ ഒരു ടിഷ്യൂ പേപ്പർ വെക്കാം. സി ഇത് ഈവൻ നമ്മൾ പ്രസ് ചെയ്തിട്ട് പോലും ഒട്ടും തന്നെ ഇതില് നനവില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതേസമയം ഇവിടെ ഇപ്പോഴും ഈ വെള്ളം എന്തായിട്ടില്ല, അബ്സോർബ് ചെയ്തിട്ടില്ല. വീണ്ടും ഈ ഒരു ടിഷ്യൂ പേപ്പർ. അതെ, അപ്പൊ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളമാണ് നോർമൽ നാപ്കിനും ഈ ഒരു ഫൊഹോവെ സാനിറ്ററി നാപ്കിനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇത് നമുക്ക് നോർമൽ ബ്രാൻഡ് ഒരു 3 to 4 hours യൂസ് ചെയ്യുന്നിടത്ത് ഇത് ഏകദേശം ഒരു നോർമൽ ബ്ലീഡിംഗ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 12 hours വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതെ, ഇത്രയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 12 hours അല്ലെങ്കിൽ ഒരു എന്തായാലും ഒരു 8 to 12 hours വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതേപോലെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. കാരണം അവർക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ധാരാളമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് തീർത്തും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. കാരണം ഈ ഒരു പാഡ് ഒരിക്കലും നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു 2 hours പോലും കിട്ടും തോന്നുന്നില്ല. കാരണം അത്രയും ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണ്. എന്തായാലും നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിറ്റീസ് എന്നുള്ളത് മനസ്സിലാവും. സാധാരണ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യാറില്ലേ ഉള്ളൂ, ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാറില്ല. അപ്പൊ അങ്ങനെ നോക്കി യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും. അപ്പൊ ഇത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയുള്ളത് ചൂസ് ചെയ്യണം, എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇത് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അതായത് നോർമൽ പാഡ്, അതാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് ലെയർ ആണിത്. ഇത് കാണാൻ പറ്റും. നമുക്ക് അതായത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. പൊതുവെ ഈ ഒരു നാപ്കിനിൽ യൂസ് ചെയ്യുന്നത് ഇത് വളരെ കുറഞ്ഞ റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്ത് വരുന്ന വളരെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് ഫസ്റ്റ് ലെയർ ആയിട്ട് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന ബ്ലഡിന് അത്യാവശ്യം ഹീറ്റ് ഉണ്ടാവും. ഈ ഒരു ഹീറ്റുള്ള ബ്ലഡ് ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് വീഴുന്ന സമയത്ത് ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ ഡയോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡയോക്സിൻ നമ്മുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് കാരണമാവുന്നുണ്ട്. ഈ പറയുന്നത് കൊണ്ടാണ്
ഈ ഗർഭാശയത്തിനുള്ളിൽ ചെറിയ കുമിളകൾ വരും. ദെൻ അത് മുഴകളായിട്ട് മാറുകയും, അതായത് ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് 5 kg ഉള്ള 8 kg അല്ലെങ്കിൽ അതിനേക്കാൾ kg കൂടുതലുള്ള മുഴകൾ എടുത്തു എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് ക്രമേണ നമ്മൾ, കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യില്ലേ, അതായത് ഏകദേശം ഒരു 12,000 to 15,000 വരെ ഒരു പീരിയഡ്സ് ആയത് മുതൽ നമ്മളിത് തീരുമ്പോഴത്തേക്ക് അത്രയും നാപ്കിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയോക്സിൻ ഉള്ളിൽ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഡയോക്സിൻ ഉള്ളിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് ആരും തന്നെ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറ് പോലും ഇല്ല എങ്ങനെയാണ്. അതെ, ഈ ഡയോക്സിൻ എന്ന് പറയുന്നത് നമ്മൾ സയനൈഡിനേക്കാൾ മാരകമായിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ ഡയോക്സിൻ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ലോങ് ടൈം അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളിൽ തന്നെ അതവിടെ നിലനിൽക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പല രൂപമാറ്റത്തിലേക്ക് വന്ന് ലാസ്റ്റ് സെർവിക്കൽ ക്യാൻസർ വരെ ആവുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ലെയർ നമ്മൾ കണ്ടു, ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. ദെൻ ഇതിന്റെ രണ്ടാമത്തെ ലെയർ വരുന്നത് ഇത് കോട്ടൺ ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളെല്ലാരും കോട്ടൺ തന്നെയാണ്. അതെ, പക്ഷെ കോട്ടൺ ആണെങ്കിൽ, അതായത് ഒരു പ്യൂർ കോട്ടൺ ആണെങ്കിൽ ഒന്നുകൂടെ ഇതിന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും. കാരണം ഇതിൽ കണ്ടോ ഒട്ടും തന്നെ ഇത് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോഴത്തേക്ക് ഇത് എന്താവുന്നുണ്ട്, ഇതിന്റെ വെള്ളം ഊർന്നിറങ്ങുന്നുണ്ട്. മാത്രല്ല ഒരു പ്യൂർ കോട്ടൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പിച്ചെടുക്കാനും കഴിയില്ല. അപ്പൊ അതിന്ന് മനസ്സിലാക്കാം ഇത് പ്യൂർ കോട്ടൺ അല്ല, അതായത് മറ്റു പല ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടും ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈറ്റനിങ് ഏജന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ രണ്ടാമത്തെ ലെയർ, ഇതിന് ഒട്ടും തന്നെ ഈ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ തേർഡ് ലെയർ, ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ ലെയർ. ഈ ഒരു ലെയർ ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല ഇതായിട്ടുണ്ടല്ലേ. അതെ, അതായത് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ കവർ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അതിന്റെ ആ ഒരു മെറ്റീരിയൽ കണ്ടോ. ഇതിൽ പിന്നെ മാത്രമല്ല ഒട്ടും തന്നെ എയർ സർക്കുലേഷൻ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു 3 ലെയർ ആയിട്ടാണ് ഈ ഒരു നാപ്കിൻ ഉള്ളത്, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ. ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ഫോഹോവെ സാനിറ്ററി നാപ്കിൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇതിന് ടോട്ടല് 8 ലെയർ ആണ് വരുന്നത്, 8 ലെയേഴ്സ് ഉണ്ട്. ഓരോ ലെയേഴ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഈവൻ ഇതിന് 8 ലെയർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ കണ്ടു തുടക്കത്തിൽ ഇത് വളരെ തിൻ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇതിൽ കാണാൻ പറ്റും എയർ ഹോൾസ് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നത്. മാത്രല്ല ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഒരിക്കലും രൂപത്തിൽ നമുക്ക് കിട്ടൂല. ഇത് സർജിക്കൽ കോട്ടൺ ആണ്. പ്ലസ് ഇതിന്റെ ഫസ്റ്റ് ലെയറിൽ കുറച്ച് 20% സിൽക്ക് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്നത്. നേരത്തെ നമ്മൾ ഇതിന്റെ മുകളിൽ ആദ്യം 50 ml വെള്ളം ഒഴിച്ചു, ദെൻ വീണ്ടും ഒരു 50 ml വെള്ളം ഒഴിച്ചു. പക്ഷെ എന്നിട്ട് പോലും ഇത് ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു വെറ്റ്നെസ് ഉണ്ടാവില്ല. വെറ്റായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ, പ്രത്യേകിച്ച് ആ ഒരു പ്രൈവറ്റ് പാർട്ടിൽ നമുക്ക് വെറ്റായിട്ട് കിടക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കും. ദെൻ ഇതിന്റെ രണ്ടാമത്തെ ലെയർ ആണ് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലൂ. അതെ, ഇത് ഈ ഒരു നാപ്കിന്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇത് ആക്റ്റീവ് ഓക്സിജൻ അനിയൻ ഫാർ ഇൻഫ്രാറെഡ് നാനോ സിൽവർ, ഈ പറയുന്ന 4 ടെക്നോളജിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പാണിത്. ഇതിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ നാപ്കിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന പെയിന്, അതേപോലെ ആ സമയത്ത് പൊതുവെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും അല്ലെ, നല്ല ടയേർഡ് ആയിരിക്കും. മാത്രല്ല പീരിയഡ്സിന്റെ ഒരുപാട് സിംപ്റ്റംസ്, ഈവൻ പീരിയഡ്സിന്റെ സമയത്ത് അൺകോൺഷ്യസ് ആവുന്ന ആളുകൾ വരെ അത്രയും പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ സൊല്യൂഷനാണ് ഈ ഒരു സാനിറ്ററി നാപ്കിൻ. ആ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത് ഈ ഒരു ഭാഗം, ഇതിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള
ബെനിഫിറ്റുകൾ കിട്ടുന്നത്. അതായത് ഇതിൽ നടക്കുന്ന ഒരു ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നനയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ആവുന്ന സമയത്ത് ഇതിന്ന് നെഗറ്റീവ് അയോൺസ് എമിറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് അയോൺസ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന മെഡിക്കൽ ബെനിഫിറ്റുകൾ കിട്ടുന്നത്. അതായത് ഈ പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന ബാഡ് ഓർഡർ കൺട്രോൾ ചെയ്യാൻ ഇത് ഒരു പരിധി വരെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ഇതിന് ആയിരക്കണക്കിന് ബാക്ടീരിയനെ കില്ല് ചെയ്യാനുള്ള കഴിവ് കപ്പാസിറ്റി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പീരീഡ്സിന്റെ സമയത്തുള്ള പെയിന് കുറയുന്നതും ആ ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. സാധാരണ എനിക്ക് തോന്നുന്നു അങ്ങനെ മാർക്കറ്റിൽ മിക്ക അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡിനും അങ്ങനെ ഒരു ക്വാളിറ്റി വരുന്നില്ല. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ക്വാളിറ്റിയും കൂടെ വരുന്നുണ്ട്. ഇത് ഇതിന്റെ സെക്കൻഡ് ലെയർ ആയിട്ടാണ് വരുന്നത്. ദെൻ ഇതിന്റെ മൂന്നാമത്തെ ലെയർ വരുന്നത് ഈ ഒരു ലെയർ ആണ്. അതായത് സർജിക്കൽ ടിഷ്യൂ ആണ് മൂന്നാമത്തെ ലെയർ ആയിട്ട് വരുന്നത്. ഇത് കാണാൻ പറ്റും. ഇതും വളരെ ചെറിയൊരു വെറ്റ്, നമുക്കൊരു ഒരു ഒരു അങ്ങനെ വെള്ളം ഉറ്റുന്ന ഫീലില്ല, വളരെ ചെറുതായിട്ടൊരു വെറ്റ്നെസ് മാത്രമാണ് തോന്നുന്നത്. ഇത് സർജിക്കൽ ടിഷ്യൂ ആണ് വരുന്നത്. ഇത് ഇതിന്റെ മൂന്നാമത്തെ ലെയർ. ദെൻ ഇതിലൊക്കെ എയർ സർക്കുലേഷൻ ഉണ്ട് എന്നുള്ളത്, ബ്രീത്തബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ദെൻ നെക്സ്റ്റ് ലെയർ, ഈ ഒരു ലെയർ കാണുമ്പോഴും അറിയാൻ പറ്റും ഇത് ബ്രീത്തബിൾ ആണ്, ഇതിൽ എയർ ഹോൾസ് വരുന്നുണ്ട്. ഇതും സർജിക്കൽ ടിഷ്യൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിന്റെ അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഒരു ജെല്ല് സാധാരണ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ജെല്ല് വരുന്ന കുട്ടികളുടെ പാമ്പേഴ്സ് ആയിക്കോട്ടെ മറ്റ് സാനിറ്ററി നാപ്കിൻ ആയിക്കോട്ടെ ഇങ്ങനെ വീർത്ത് കിടക്കുന്നത് പുറത്തൊക്കെ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ. അതെ, വർഷങ്ങൾ അങ്ങനെ ഈവൻ 500 വർഷം ആയി കഴിഞ്ഞാലും അത് നശിക്കില്ല. അതാണ് പ്ലാസ്റ്റിക്. അതേസമയം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ പോളിമർ ജെല്ലാണ്. അതായത് അലോവേര വാഴപ്പിണ്ടിന്റെ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജെല്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും അത് മെൽറ്റ് ആയി പോകുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് അതെ, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് ഈ ഒരു വെള്ളത്തിലേക്ക്, അതായത് എനിക്ക് തോന്നുന്നത് ഇതൊരു 150 ml ഏകദേശം വെള്ളം ഉണ്ടാവില്ല. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജെല്ല് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ജെല്ല് സ്പോട്ടിൽ തന്നെ ഈ ഒരു വെള്ളം കാണാൻ പറ്റും. അതെ, അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് എത്രത്തോളം ടൈം ഡ്യൂറേഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ ഓവർ ബ്ലീഡിംഗ് ഉള്ള ആളുകളെ സംബന്ധിച്ച് വരെ ഈ ഒരു നാപ്കിൻ, അതായത് അതെ അതായത് നല്ല ഹെവി ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്കതിന് ഇതിൽ വരുന്നത്, നമുക്കിതില് 3 ടൈപ്പ് നാപ്കിനാണ് വരുന്നത്. അതായത് ഒന്ന് ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്, ഡേ യൂസ് എന്ന് പറയും. നോർമലി നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാനുള്ള അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതേസമയം എക്സ്ട്രാ, അതായത് കുറച്ച് സൈസ് ഉള്ള ആളുകൾക്ക്, അതേപോലെ ഓവർ ബ്ലീഡിംഗ് ഉള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് ചില മന്തിൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഓവർ ബ്ലീഡിംഗ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അതേപോലെ ഡെലിവറി കഴിഞ്ഞ ഉടനെ യൂസ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ കണ്ടു ഇതിന്റെ കപ്പാസിറ്റി എത്രത്തോളം ആണ് എന്നുള്ളത്. അപ്പം അതിന്റെ എക്സൽ ആണ്, അതിന്റെ ഡബിൾ സൈസ് ആണ് ഇത് വരുന്നത്. അതായത് ഒരു 12 to 16 hours വരെ ഈ ഒരു സിംഗിൾ നാപ്കിൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ സിംഗിൾ നാപ്കിൻ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടാവും. അതായത് ബാഡ് ഓർഡർ വരില്ലേ, അല്ലെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അവിടെയാണ് ഈ ഒരു സ്ട്രിപ്പിന്റെ പ്രസക്തി. ഇതിന്റെ എഫക്റ്റ് കൊണ്ടാണ് ഇത്രയും ടൈം യൂസ് ചെയ്താൽ തന്നെ ബാഡ് ഓർഡർ ഇല്ലാതിരിക്കുന്നതും, അതേപോലെ തന്നെ നമുക്ക് പെയിൻ റിലീഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഈ ഒരു സ്ട്രിപ്പിന്റെ എഫക്റ്റ് കൊണ്ടാണ്. ദെൻ ഇതില് മറ്റൊരു നാപ്കിൻ വരുന്നത് പാൻഡി ലൈനർ.
പാൻഡി ലൈൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, അതേപോലെ വൈറ്റ് ഡിസ്ചാർജ്, പിന്നെ PCOD, PCOS, ഇങ്ങനെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ് ആളുകൾക്കും ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട്. അതെ, അത്തരത്തിലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു പീരിയഡ്സ് കഴിഞ്ഞ് അടുത്ത പീരിയഡ്സ് വരെ യൂസ് ചെയ്യാനുള്ള പാൻഡി ലൈനറാണിത്. ഇതിൽ 30 പീസാണുള്ളത്. അതായത് നമുക്ക് ഒരു പീരിയഡ്സ് കഴിഞ്ഞ് അടുത്ത പീരിയഡ്സ് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു 1 മാസം അല്ലെങ്കിൽ 2 മാസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് അത് കൺട്രോൾ ആവും എന്നുള്ളതാണ്. അതെ, അതായത് പ്രത്യേകിച്ച് തുടക്ക സമയങ്ങളിൽ പ്രശ്നങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് മാത്രം യൂസ് ചെയ്യുന്നതിലൂടെ ഒരു സൊല്യൂഷൻ ആവും എന്നുള്ളതാണ്. ദെൻ നമുക്ക് ഇതില് ഒരു ടെസ്റ്റ് കാർഡ് കൂടെ വരുന്നുണ്ട്. അതായത് ഇതിന്റെ പേര് വജൈന ഹെൽത്ത് സെൽഫ് ടെസ്റ്റ് കാർഡ് എന്നാണ് ഈ ഒരു കാർഡിന്റെ പേര് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണയായിട്ട് മിക്ക സ്ത്രീകൾക്കും പലതരത്തിലുള്ള ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ. ഒരു പരിധി വരെ സ്ത്രീകൾ ഇത് ആരോടും ഷെയർ ചെയ്യാറില്ല എന്നുള്ളതാണ് അല്ലെ. സാധാരണ നമുക്കത് സീക്രട്ട് ആക്കി കൊണ്ടെടുക്കാൻ പറ്റുമോ? അതെ, കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവര് വിചാരിക്കുന്നത് ഇത് കോമൺ ആയിട്ട് ഉള്ള ഒരു പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ അത് അവര് ഒന്നുകിൽ അത് നെഗ്ലക്ട് ചെയ്യും, അല്ല എങ്കിൽ പറയാനുള്ള മടി കാരണം അത് പറയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നമ്മളെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ പ്രൈവസിയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഒരു അത് ഇതിന്റെ മാത്രം ഒരു യൂണിക് സ്പെഷ്യാലിറ്റി ആണ്. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞിട്ട് കുറച്ച്, അതായത് വജൈനയിൽ കുറച്ച് ഡിസ്ചാർജ് ഈ ഒരു ബഡ്സിൽ എടുത്തതിന് ശേഷം ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്ത് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഇതിൽ വരുന്ന കളർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സിവിയർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് യെല്ലോ ആണെങ്കിൽ നോർമൽ എന്നുള്ളതാണ്. ചെറിയൊരു ഗ്രീനിഷ് കളറിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് കൂടുതൽ ഡാർക്ക് ഗ്രീനിഷ് കളറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സീരിയസ് വജൈനൈറ്റിസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതനുസരിച്ച് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള എന്താണോ ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് ഓരോ മാസവും നമുക്കിത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ അതിൽ ലഭിക്കുന്നുണ്ട് ഓരോ പാക്കിലും അല്ലെ. അതെ അതെ, ഈ ഒരു ടെസ്റ്റ് കാർഡ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ പറയുന്ന ഇതിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്താണോ ട്രീറ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പാൻഡി ലൈനർ യൂസ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വീണ്ടും നെക്സ്റ്റ് മന്ത് ചെക്ക് ചെയ്യുന്നതിലൂടെ അത് ക്ലിയർ ആയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ ട്രീറ്റ് ചെയ്യാനും നമുക്ക് യൂട്രസിന് സേഫ് ആയിട്ട് നിലനിർത്താനും പറ്റും. ഇപ്പം ഈ യൂട്രസ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ സ്ത്രീകളുടെ നെടുന്തൂൺ എന്ന് പറയാറുണ്ട്. കാരണം അത് പോയി കഴിഞ്ഞാൽ അത്രമാത്രം പ്രശ്നങ്ങളാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പല ആളുകൾക്കും ജോയിന്റ് പെയിന്, അതേപോലെ ബോഡി ഹീറ്റ് ആവുന്ന ഒരു അവസ്ഥ, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഹീറ്റ് ഉണ്ടാവാറുണ്ട്. മുടി കൊഴിച്ചില്, പല്ല്, നഖം, മുടി, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നതിലൂടെ മാത്രം നമുക്ക് നമ്മളുടെ യൂട്രസിനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓരോ സ്ത്രീകൾക്കും വളരെയധികം ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. അതായത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം ഓരോ സ്ത്രീകളും അത്രയും അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ രീതിയിൽ ഗർഭപാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നാപ്കിന് വാങ്ങി നമ്മൾ ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുള്ള മാഡത്തിന് താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.